വന്ദേമാതരത്തെ അപമാനിച്ച സംസ്ഥാന സർക്കാരിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ BJP വന്ദേമാതരം സദസ്സ് സംഘടിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന വന്ദേമാതര സദസ്സ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വന്ദേമാതരത്തെ അവഗണിക്കുകയും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കാതിരിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് BJP പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതു പങ്കാളിത്തത്തോടെ വന്ദേമാതര സദസ്സുകൾ സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന വന്ദേമാതര സദസ്സ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും മുഖ്യമന്ത്രി കീഴ്പ്പെട്ടതിന്റെ ഭാഗമായാണ് വന്ദേമാതരത്തോടുള്ള അവഗണനയെന്ന് S. സുരേഷ് പറഞ്ഞു. തീവ്രവാദ രാജ്യദ്രോഹ പ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ താൽപര്യമാണ് VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രിയായ നിമിഷം മുതൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലതു ഭാഗത്ത് കുഞ്ഞാലിക്കുട്ടിയെ പിടിച്ചിരുത്തി അങ്ങനെ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഭരണം ഈ കേരളത്തിന്റെ സനാതനമാർന്ന സംസ്കാരത്തെയും അതോടൊപ്പം തന്നെ നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമാർന്ന മാതൃകകളെയും മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് വർഗീയ കോമരങ്ങൾക്ക് അരങ്ങ് തകർക്കാനുള്ള നീചമായിട്ടുള്ള കേന്ദ്രമായിട്ട് അത് പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ദേമാതരത്തെ അനാദരിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും കേരളത്തിൽ നടത്തുന്ന വിഭജന വർഗീയ നിലപാടിനെതിരെ BJP കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്ദേമാതര സദസ്സ് സംഘടിപ്പിച്ചു. BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ S. പ്രശാന്ത് വന്ദേമാതര സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ VS. ജിതിൻ ദേവ, പ്രകാശൻ പാപ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. ചിന്നക്കട ബസ് വേയിൽ നടന്ന പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വന്ദേമാതരത്തെ അവഹേളിക്കുവാനുള്ള ഗൂഢശ്രമത്തെ പ്രതിരോധിക്കുമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ S. പ്രശാന്ത് പറഞ്ഞു. ദേശദ്രോഹ ശക്തികളുടെ വിളനിലമായി മാറുന്ന പാണക്കാട്ടെ തങ്ങൾമാർ പറഞ്ഞാൽ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ, SDP-യുടെ നേതാക്കന്മാർ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കിന്ന് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. 30 സംഘടനാ ജില്ലകളിലും വന്ദേമാതര സദസ്സുകൾ നടന്നു. വരും ദിവസങ്ങളിലും വന്ദേമാതരത്തെ അവഗണിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാകും. ജനം, തിരുവനന്തപുരം.